ആളുകളുമായിട്ട് നല്ലൊരു യോജിപ്പ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു യോജിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രശ്നക്കാരനാവുന്നത് എപ്പോഴും നമ്മളുടെ നാവാണല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഭാഷ സംസാരിക്കുന്നു അതാണ് നമ്മളുടെ പേഴ്സണാലിറ്റിയെ വാർത്തെടുക്കുന്നത്. അതാണ് ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടാനുള്ള കാരണം. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാവാണ് നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടുന്നതും ഒരാൾ വെറുക്കുന്നതും അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് നല്ലൊരു യോജിപ്പ് ഉണ്ടാക്കാൻ, അതായത് ബിൽഡിംഗ് റാപ്പോർട്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരുമായിട്ടും നല്ലൊരു യോജിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഭാഷയിലൂടെ, നമ്മളുടെ ഗസ്റ്റേഴ്സിലൂടെ, നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ്സിലൂടെ എങ്ങനെയാണ് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള കുറച്ച് സ്കിൽസ് കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലോകത്ത് എല്ലാവരും തന്നെ വ്യത്യസ്തരാണല്ലേ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല ആളുകളും യോജിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് ഇവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാം എന്നതാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇടപഴകുന്ന വ്യക്തി നമ്മളുടെ വ്യൂസുമായിട്ട്, നമ്മളുടെ കാഴ്ചപ്പാടുകളായിട്ട്, നമ്മളുടെ ആശയങ്ങളുമായിട്ട് ഒത്തുചേർന്ന് വരുമ്പോഴാണ് അവിടെ നല്ലൊരു കണക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. പക്ഷേ എല്ലാവരും നമ്മളുടെ വ്യൂസുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മളുടെ ആശയവുമായിട്ട് യോജിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്ത കാര്യവുമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുതുതായിട്ട് ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ, ഒരാളെ കണ്ടുമുട്ടുമ്പോൾ, ഇതുവരെ പരിചയമില്ലാത്തൊരു സ്ട്രേഞ്ചർ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ആദ്യം തന്നെ നല്ലൊരു സ്മോൾ ടോക്ക് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് വലിയ രീതിയിൽ വളരെ പരിചയമുള്ള പോലെ തുറന്നടിച്ചങ്ങോട്ട് സംസാരിക്കാൻ പാടില്ല. കാരണം നമ്മൾ ചിലപ്പോൾ വളരെയധികം ടോക്കറ്റീവ് ആയിരിക്കും, വളരെയധികം നമ്മൾ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് പറയുന്ന സ്വഭാവക്കാരായിരിക്കും. പൊതുവേ അത് നല്ല സ്വഭാവമാണെങ്കിലും അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി എങ്ങനെയുള്ള ആളാണ് എന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു സ്മോൾ ടോക്കാണ് ആദ്യം വേണ്ടത്. അതായത് പതിയെയുള്ളൊരു സംസാരം, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംസാരം, നെർവസ് ആവാതെ, ടെൻഷൻ അടിക്കാതെ. ടെൻഷൻ ഉള്ളിലുണ്ടാവുമ്പോൾ എന്താണ് പ്രശ്നം എന്നറിയോ? നമ്മൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ട് സംസാരിക്കും. അപ്പോൾ ചിലപ്പോൾ വളരെയധികം ഒച്ചത്തിൽ സംസാരിക്കും. ചിരി എന്നുള്ള ആ ഒരു നല്ല ഘടന നമ്മളുടെ മുഖത്ത് നിന്ന് നഷ്ടമാവും. അപ്പോൾ എന്താണ് ഉണ്ടാവുക? അയാൾക്ക് ആ നിൽക്കുന്ന ആൾക്ക് നമ്മളോട് ഒരു ഭയം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ നമ്മളോട് ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്മോൾ ടോക്കിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് നമ്മളുമായിട്ടുള്ള ആ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളും അവരും ഒരേ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെയും അവരുടെയും ഇഷ്ടങ്ങൾ ഒരേ രീതിയിലുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്കും അവർക്കും എന്തെങ്കിലും ഒരേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലേ. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സ്വഭാവത്തിൽ, രണ്ടുപേരുടെയും സ്വഭാവത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളുടെ ബോണ്ട് ഓഫ് റിലേഷൻഷിപ്പ്, നമ്മളുടെ ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ആ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബോണ്ട്, അത് അത്രമേൽ ഉയർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്മോൾ ടോക്കുകളാണ് ആദ്യം തന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഇത്തരത്തിലുള്ള സ്മോൾ ടോക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക് ദി ഐസ് ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് വളരെ കട്ടിയുള്ള കാര്യങ്ങൾ പറയാതെ, വളരെ കട്ടിയുള്ള മനസ്സിൽ ഉണ്ടാവാതെ, വളരെ കാമായിട്ട് റിലാക്സ് ചെയ്തുകൊണ്ട് വേണം സംസാരിക്കാനായിട്ട്. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ചിലപ്പോൾ നമ്മളെക്കാൾ പൊസിഷനിലിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണലി ചിലപ്പോൾ നമ്മളുടെ ബോസോ കാര്യങ്ങളോ പുറത്ത് നിന്ന് വന്ന ബോസോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ നമുക്കൊരു നെർവസ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ടെൻഷൻ കൂടിയിട്ട് നമ്മൾ വളരെ കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ച് വളരെ ടെൻസ്ഡ് ആയിട്ട്, വളരെ നെർവസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ ബ്രേക്ക് ദി ഐസ് എന്നുള്ളതാണ്. അതായത് കട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് സോഫ്റ്റായിട്ട്, കാമായിട്ട്, ക്വയറ്റായിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി അടുത്തതായിട്ട്
സംസാരം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരാളെ കാണുമ്പോൾ വലിയ വലിയ ടോപ്പിക്സുകളോ അതായത് അൺസേഫായിട്ടുള്ള ടോപ്പിക്കുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കാണ്ട് വളരെ സേഫായിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്തിട്ട് നമ്മൾ അവരോട് സംസാരിക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ നേരിട്ട് ഡയറക്റ്റായിട്ട് അവരോട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുക. ഡയറക്റ്റായിട്ട് എന്താണ് നമ്മൾക്ക് അവർ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ തുറന്നടിച്ച് അവരോട് ചോദിക്കാതെ അത്തരത്തിലുള്ള പേഴ്സണൽ കാര്യങ്ങളെല്ലാം തുടക്കത്തിലേ ഒഴിവാക്കുക. അതായത് ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ, പുതിയതായിട്ട് നമ്മൾ സംസാരിക്കുന്ന ആളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് പേഴ്സണലായിട്ടുള്ള അവരുടെ കാര്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ കുറിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ പറയാതിരിക്കുക കേട്ടോ. അതായത് ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ എന്ത് ചെയ്യും, നമ്മളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം മറ്റുള്ളവർക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടോക്കിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് നിങ്ങൾ എവിടെയെങ്കിലും പോയ സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലമോ അങ്ങനെ വളരെയധികം, അല്ലെങ്കിൽ ക്ലൈമറ്റിനെ കുറിച്ചിട്ടോ കാലാവസ്ഥയെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അതെന്താണ് വളരെയധികം നമ്മൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ലിസണിങ് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ പ്രോസസ്സാണ് ലിസണിങ് എന്ന് പറയുന്നത്. അതായത് ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും എൻ്റെ ഒരു അറിവിൽ തന്നെ നമ്മളുടെ ഒരു ജീവിതാനുഭവത്തിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ, അതായത് രണ്ട് പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ അങ്ങോട്ട് പറ്റില്ല. കാരണം എന്താണ്, അവർ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ എല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ കൂടി അവർ നിൽക്കില്ല. അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വളരെയധികം ബാഡായിട്ടുള്ള ഒരു ഹാബിറ്റാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ. ഇത് നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ ഒരു ലിസണിങ് പവർ കുറവുള്ള ഒരാളാണെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കാനായിട്ട് പൊതുവെ മടി കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്വഭാവം ആദ്യമേ മാറ്റുക. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്, അവർ പറയുന്ന കാര്യങ്ങൾ കൂടെ കേൾക്കുക, ഒപ്പം നമ്മൾ കൂടെ പറയുക. ആ ഒരു ബാലൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ആവശ്യമുള്ളത്. അപ്പോൾ ഇങ്ങനെ ലിസണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ, നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ്സ്, അതായത് നമ്മളുടെ ഗസ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതെന്താ വെച്ചാൽ നമ്മളുടെ കണ്ണ്, അതായത് ഐ കോണ്ടാക്റ്റ് എന്ന് പറയും. അതായത് കണ്ണ് എപ്പോഴും അവരുടെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കുക. അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുക, പുറത്തേക്ക് നോക്കിയിരിക്കുക, വേറെ എന്തെങ്കിലും കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് തോന്നുക, ഞാൻ പറയുന്ന കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, കേൾക്കുന്നില്ല. അപ്പം നമ്മൾ തന്നെ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ ഫോൺ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ സംസാരിക്കാൻ. അത് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സമയത്തെങ്കിലും അവരുടെ ഐസിലേക്ക്, അതായത് കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പറയുമ്പോഴും, അതായത് സംസാരിക്കുമ്പോഴും അവരുടെ കണ്ണിലേക്ക് തന്നെ നോക്കി സംസാരിക്കുക. അടുത്തതാണ് എംപതി എന്ന് പറഞ്ഞൊരു ഫീൽ, ഒരു ഇമോഷണൽ ഫീല് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇത് എന്ന് പറയുന്നത്, എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതി എംപതി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിമ്പതി എന്ന് പറയുന്നത് സഹതാപമാണല്ലേ, മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അത് നമുക്ക് കഷ്ടമായിപ്പോയി എന്ന് പറയുന്നതാണ് സിമ്പതി. എംപതി എന്ന് പറയുന്നത് ഒരാളുടെ സങ്കടം കാണുമ്പോൾ അത് എൻ്റെ കൂടെ സങ്കടമാണ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് അവിടെ എംപതി ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എംപതി നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ട് പേര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ വിഷമങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷം അവിടെ ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ നമ്മളുടെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് മനസ്സിനൊരു സുഖം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരാളോട് പറയുമ്പോൾ അയാൾ ഇതൊന്നും കേൾക്കാതെ ആണോ എങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. സാധാരണ രീതിയിൽ ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ അത് നമുക്കതുകൊണ്ട് വലിയ പ്രയോജനം തോന്നില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഉപകാരമാണ് അതെല്ലാം അല്ലേ. മറ്റുള്ളവരെ സങ്കടം കാണുമ്പോൾ നമ്മൾക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുക, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു സങ്കടം നമ്മളുടേത് കൂടിയാണെന്ന് ഓർക്കുക. സങ്കടം എന്ന് പറയുന്നത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ്. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ്. അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെല്ലാം തന്നെ നമ്മളുടേത് കൂടെ ആണ് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം കുറേ നമ്മൾ കഴിഞ്ഞു, ആ പാർട്സൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് ആണ് കേട്ടോ. നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വളരെയധികം
റോൾ പ്ലേ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ചിലവരുടെ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവില്ലേ, നമുക്ക് ചിലപ്പോൾ സംസാരിക്കാൻ തോന്നില്ല അവരോട്, പെട്ടെന്ന് എടുത്ത് ചാടി കൈയൊക്കെ വീശി അടിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തന്നെ പേടി തോന്നിയിട്ടുണ്ട് ചിലവരോടൊക്കെ സംസാരിക്കുമ്പോൾ. അപ്പോൾ എങ്ങനെ നല്ലൊരു ബോഡി മൂവ്മെൻറ്റ്സ് കീപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് പതിയെ ഒന്ന് ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പതിയെ ഒന്ന് ഇങ്ങനെ കുനിഞ്ഞിട്ട് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമ്മുടെ ഫ്രണ്ട്സിനോടൊന്നും സംസാരിക്കുന്ന രീതിയല്ല ഞാൻ പറയുന്നത്. കുറച്ച് പ്രൊഫഷണൽ ആണെങ്കിൽ കുറച്ച് നമ്മൾ സംസാരത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ രീതിക്ക് ഇരുന്ന് സംസാരിക്കാം. അതുപോലെ തന്നെ ഹാൻഡ്സൊക്കെ ഓപ്പൺ ആക്കി വയ്ക്കുക. ചിലപ്പോൾ ചിലവർ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. ഇതെല്ലാം ടെൻഷനെ സൂചിപ്പിക്കുന്നതാണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ എന്താണ് ഉണ്ടാവാന്നറിയോ? ആ കാണുന്ന ആൾക്ക് അറിയാൻ പറ്റും ടെൻഷൻ അടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൈവച്ച് സംസാരിക്കരുത്. പിന്നെ കാലുകൾ എപ്പോഴും ക്രോസ് ചെയ്ത് വയ്ക്കുക. അത് കുറച്ചും കൂടി നമ്മളെ റിലാക്സ്ഡ് ആക്കും. അതുപോലെ അവർക്ക് തോന്നും നമ്മൾ ഇരിക്കുന്ന വ്യക്തിയും കുറച്ച് റിലാക്സ്ഡ് ആണെന്ന് തോന്നും. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് കാലൊന്നിങ്ങനെ പതിയെ ഒരുപാട് ഇങ്ങനെ കാലിൽ കയറ്റി വയ്ക്കുക. അതല്ല ഞാൻ പറഞ്ഞത് അതല്ല. എന്താണ്, ജസ്റ്റ് കാലിൻ്റെ ആ ഫീറ്റ് മാത്രം ഒന്ന് ക്രോസ് ചെയ്ത് വയ്ക്കുന്നത് വളരെയധികം റിലാക്സേഷൻ ഉണ്ടാക്കുന്ന ഒരു പൊസിഷനാണ്. പിന്നെ അടുത്തത് നമ്മളുടെ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ വരുത്തേണ്ടത് ഐ കോണ്ടാക്റ്റിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ 60% സമയവും സംസാരത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ 60% സമയവും നമ്മൾ അവരുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ അതായത് 60% ഇങ്ങനെ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറയുമ്പോൾ 40% എന്താണ്, വേറെ എന്തെങ്കിലും രീതിയിലേക്ക് കണ്ണൊന്ന് ഇങ്ങോട്ട് ഓടിക്കുക എന്ന് പറയുന്നത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒന്ന് വിചാരിച്ച് നോക്കിയാൽ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ആ ഫുൾ ടൈമും നമ്മളുടെ കണ്ണിൽ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും അല്ലേ? നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. ഒരാൾ നമ്മുടെ കണ്ണിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 60% സമയവും അവരുടെ കണ്ണിൽ ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക. അല്ലാത്ത സമയം കുറച്ച് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് ലിസണിങ്ങിൻ്റെ സമയത്തുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. അതായത് ലിസണിങ് ചെയ്യുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളതാണ് ലിസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്നൊക്കെ പറയാം. അതായത് വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാതെ എന്താണ് പറയേണ്ടത്? ഓ, ആണോ, ഇതുപോലെയുള്ള ചെറിയ ചെറിയ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുമല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തലയാട്ടുക, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, നമ്മൾ തല കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ഗസ്റ്റേഴ്സ് കാണിക്കില്ലേ? ഇങ്ങനെ കാണിക്കും അല്ലേ? അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി നമ്മളിൽ ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യും. പിന്നെയുള്ള മെയിൻ കാര്യം ആർഗ്യുമെൻറ്റ്സ് ആണ്. നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഈ തർക്കങ്ങളല്ലേ. എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്കിനി നമ്മളുടെ ഉള്ളിൽ അറിയാം അത് തെറ്റാണ് എന്ന് അറിയാമെങ്കിലും നമ്മളിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. ഇത് നമുക്ക് എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒരുപാട് ഇങ്ങനെ തർക്കങ്ങളിലേക്ക് പോവാണ്ട് ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക, ഒരു കോംപ്രമൈസിന് തയ്യാറാവുക എന്നുള്ളതാണ്. എല്ലാവരും അതുപോലെയുള്ളൊരു മനസ്സുണ്ടാവണം എന്ന് ഞാൻ പറയില്ല. കാരണം ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് പല പല രീതിയിലാണല്ലേ. അപ്പോൾ എല്ലാവർക്കും കോംപ്രമൈസ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു മനസ്സ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലതല്ലേ? നമ്മുടെ പേഴ്സണാലിറ്റി മാറാനും അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടവും ആരാധനയൊക്കെ തോന്നിപ്പോകട്ടോ. കാരണം നമ്മളങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന വളരെയധികം ക്ഷമയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളോടൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും. അപ്പോൾ നമ്മൾ വലിയ വലിയ തർക്കങ്ങളിലേക്കോ ആർഗ്യുമെൻറ്റ്സിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകാതെ കുറച്ചൊക്കെ കോംപ്രമൈസിന് തയ്യാറാവുക. അവർ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസ് ഒക്കെ ചെയ്തിട്ട് വളരെയധികം വളരെ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. എപ്പോഴും പറയുന്ന പോലെ ജെന്യൂൻ ആവുക, വളരെയധികം ജെന്യൂൻ ആവുക. അതായത് നമുക്ക് ഒരുപാട് ഇങ്ങനെ ആക്ട് ചെയ്ത് സംസാരിക്കാതിരിക്കുക. അങ്ങനെ ആക്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ മനുഷ്യരും നല്ലതാണ്. എപ്പോഴാണ് നല്ലതാവുന്നത്? നമ്മൾ സ്വയം തിരിച്ചറിയുക. നന്മയെയും തിന്മയെയും നമ്മൾ സ്വയം അറിയുമ്പോൾ നമ്മൾ നല്ലതാവും, അത് തീർച്ചയാണ്. അപ്പോൾ ജെന്യൂൻ ആവാൻ പറ്റും. അല്ലാതെ കുറേ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കള്ളത്തരങ്ങൾ, കുറേ കുറേ കുശുമ്പ്, അസൂയ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജെന്യൂൻ ആവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ നന്മകളെ തിരിച്ചറിയുക,
തിന്മകളെ തിരിച്ചറിയുക, ജെന്യൂൻ ആവുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വ്യക്തിയായിട്ട് മാറുക.